ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾ ഏതാണ് നല്ലത്, ഡെയിലി യൂസ് ചെയ്യുന്നതിന് നല്ലതാണോ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഫിഷ് ഓയിലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫിഷ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ പേര് പോലെ തന്നെ മീനിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നത്. അതായത് മെയിനായിട്ട് നമ്മുടെ അയില, മത്തി അല്ലെങ്കിൽ ട്യൂണ, സാൽമൺ അങ്ങനെയൊക്കെയുള്ള കുറച്ച് മീനുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതൊന്നോ അതല്ലെങ്കിൽ ചില മീനുകളുടെ ഇപ്പോൾ ഷാർക്കിൻ്റെ ഒക്കെ ലിവറിൽ നിന്ന് എടുക്കും, കോഡ് ലിവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതൊക്കെയാണ് ഫിഷ് ഓയിലുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്കിവിടെ ഭക്ഷണമായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫിഷ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റാത്ത, നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്ത് സ്വന്തമായിട്ട് ഉണ്ടാവാത്തൊരു സാധനമുണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പ്യൂഫ എന്ന് പറയും. അതിൽപ്പെട്ട ഒരു സാധനമാണ് ഫാറ്റി ആസിഡ്സുകൾ. അതിൻ്റെ ഏറ്റവും റിച്ച് സോഴ്സാണ് ഫിഷ് ഓയിലുകൾ. അതിനകത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഷ് ഓയിലാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. ഈ ഒമേഗ 3ൻ്റെ അകത്ത് തന്നെ EPA, DHA എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതന്നെ ഫിഷ് എന്നല്ലാണ്ട് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്ന സാധനമുണ്ട് കേട്ടോ, അത് ALA ആണ്. ഓക്കെ, അതുപോലെ തന്നെ EPA, DHA എന്ന് പറയുന്നത് ഫിഷിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, ഞാനത് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയണത്. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഷ് ഓയിൽ അല്ലെങ്കിൽ ഈ ഒമേഗ 3 കൂടുതലായിട്ട് കഴിക്കുന്നതിൽ കൂടെ നമുക്ക് മെയിനായിട്ട് സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു സാധനമാണ് പ്യൂഫ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അതിനകത്തുള്ള ചില സാധനങ്ങൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത്, ഈ തലച്ചോറിൻ്റെ അകത്ത്, ബ്രെയിനിൻ്റെ അകത്ത് ഏകദേശം 10-60% ഫാറ്റി ആസിഡ്സുകളാണ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ നിലനിൽപ്പിനും ഒക്കെ നിർബന്ധമായിട്ടും ഈ ഒമേഗ 3 മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ സപ്ലൈ ചെയ്യുന്നതോടെ നമുക്ക് മെൻ്റൽ ഹെൽത്ത് വളരെയധികം റിലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കൊക്കെ വളരെയധികം ചെറുപ്പത്തിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ പ്രസവ സമയത്ത് അമ്മയ്ക്ക് കൊടുക്കുന്നതിനോടെ കുട്ടിക്കും അത് വളരെ ഉപയോഗപ്പെടുന്ന സാധനമാണ്. ഈ സാധാരണ വൈറ്റമിൻസിൻ്റെ കൂടെ തന്നെ ഒമേഗ 3 കൂടെ ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഗർഭിണികളായ സമയത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹാർട്ടിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ഇതിനൊക്കെ വളരെയധികം റെഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. കാര്യം അത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പോയിട്ട് ഈ ഞരമ്പിൻ്റെ അകത്തൊക്കെ ഈ കൊളസ്ട്രോളൊക്കെ വന്നിട്ട് അടിഞ്ഞുകൂടുന്ന ഈ പ്ലാക്കുകളുടെ റിമൂവൽ നടത്തും. കൂടാതെ നല്ല കൊളസ്ട്രോൾ, HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ HDLൻ്റെ അളവ് കൂട്ടും. അതിന് സ്വാഭാവികമായിട്ട് തന്നെ LDL കുറയുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് പിന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുന്ന സാധനമാണ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന സാധനമാണ്. അതുപോലെ നമ്മുടെ ഐൻ്റെ ഡെവലപ്മെൻറ്റ്, റെറ്റിനേൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിനും ഐസൈറ്റിനും വളരെ നന്നായിട്ട് സഹായിക്കുന്ന സാധനമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനകത്ത് ഒരുപാട് ഗുണങ്ങൾ, സ്കിന്നിൻ്റെ അകത്തും, സ്കിന്ന് ഡ്രൈ ആവുന്ന അങ്ങനെയുള്ള കാര്യം, സ്കിന്നിലും ഒരുപാട് ഒമേഗ 3ൻ്റെ ലാക്ക് കൊണ്ട് വളരെയധികം ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതും തടയാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ട് കഴിക്കാൻ നോക്കുക. ഇനി അതിനകത്ത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് DHA, ഡെക്സോഹെക്സനോയിക് ആസിഡ് എന്ന് പറയുന്നത് ആ സാധനം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ചൂസ് ചെയ്യുകയാണ് കുട്ടികൾക്കൊക്കെ നല്ലത്. കാര്യം അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ കാഴ്ച ശക്തിക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഒമേഗ 3 വാങ്ങിക്കുമ്പോൾ അത് കൂടിയതാണോ നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക, DHA കൂടിയത്. ഇനി നമ്മളൊരു വലിയ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഹാർട്ടിന് അതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, ഇനി അതല്ലെങ്കിൽ തന്നെ സാധാരണ ഒരു അഡൾട്ട് കഴിക്കുമ്പോൾ പരമാവധി EPA കൂടിയത് കഴിക്കുക. ഇനി ഒരുവിധപ്പെട്ട എല്ലാ ഒമേഗ 3ൻ്റെ അകത്തും EPAയും DHA ഉണ്ടായിരിക്കും. അത് ഒന്ന് സാധാരണ ഒരു ടാബ്ലറ്റിനകത്ത് ഒരു 200-300 ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 500 mg നമുക്ക് ശരീരത്തിലേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടാബ്ലറ്റെങ്കിലും ഡെയിലി വെച്ച് കഴിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ഞാൻ 2 ബ്രാൻഡ് ഞാൻ കാണിക്കാം. ഒന്ന് നല്ലൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ നൗവിൻ്റെ ഒമേഗ 3 വളരെ നല്ല ബ്രാൻഡാണ്. അതിന് 89 dirhams UAE വരുന്നത്. പക്ഷെ നമുക്കിതൊക്കെ iHerb എന്ന് പറയുന്ന വെബ്സൈറ്റിലൊക്കെ കിട്ടും. അതിനകത്തൊക്കെ കുറച്ചുകൂടി ചീപ്പാണ്. അതല്ലെങ്കിൽ ഇവിടെ UAE കിട്ടുന്ന വേറൊരു ചീപ്പ് ബ്രാൻഡാണ് ഈ വാല്യൂ പാക്ക് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, 35 dirhams വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. കുട്ടികൾക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെ കൂടെ തന്നെ വരുന്ന ഒമേഗ 3 ഉള്ളതുണ്ട്, DHA കൂടിയ സാധനം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.